ദീപാവലി ദിവസത്തിലാണ് നമ്മുടെ കോഴിക്കോട് ഫുഡ് സ്ട്രീറ്റിന്റെ ഇനോഗ്രേഷൻ വരുന്നത്. അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പൊ ഇനോഗ്രേഷൻ തുടങ്ങാൻ ഇനി ഏതാനും സമയം ബാക്കിയുള്ളൂ. ഇവിടെയാണെങ്കിൽ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. ബട്ട് ഇപ്പൊ ഇവിടെ കേക്ക് കട്ടിങ് തുടങ്ങാൻ പോവാണ്. നമുക്ക് ഒരു പീസ് കിട്ടുമെന്ന് പോയി നോക്കാം. നമ്മുടെ കോഴിക്കോടിന്റെ പുതിയ മുഖച്ഛായയെ കുറിച്ചുള്ള കുറച്ച് അഭിപ്രായങ്ങൾ കേട്ടാലോ? ഈ കോഴിക്കോടിന്റെ പുതിയ വികസനത്തെ പറ്റി ചേട്ടൻ എന്താ പറയാൻ? നല്ല അഭിപ്രായം. കാരണം ഇന്ത്യയിൽ 28 സ്റ്റേറ്റിൽ എവിടെയും കിട്ടാത്ത, അതായത് കോഴിക്കോടാണ് കിട്ടുന്നത്. കേരളത്തിൽ കോഴിക്കോട് ലൈസൻസ് ഉള്ള 90 വണ്ടികൾക്ക് പുതിയൊരു ഇതാണ് വരുന്നത്, ഫുഡ്. കാരണം വെച്ചാൽ ലൈവായിട്ടുള്ള ഭക്ഷണങ്ങൾ, കൃത്രിമമില്ലാത്ത ഫുഡുകൾ, ഏത് വെറൈറ്റി ഫുഡുകളും ഇവിടെ നിന്ന് കിട്ടും. ജ്യൂസ് ആയാലും, ഇപ്പിലിട്ടതായാലും, ബിരിയാണി ആണെങ്കിലും, ദോശ ആണെങ്കിലും, കല്ലുമ്മക്കായാണെങ്കിലും, ഏത് സാധനം എപ്പോഴും ചെക്കിങ്ങും കാര്യങ്ങളുള്ള നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് കഴിക്കാൻ പറ്റൊരു സ്ഥലമാണ് കോഴിക്കോട്. പഴമച്ചിരി നഷ്ടപ്പെടും. കാരണം നേരത്തെ ഉള്ളതാണ് കാണാനൊക്കെ രസമുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ വന്നപ്പോൾ ഒരു വെളിച്ചവും കാര്യമൊന്നും കാര്യമായിട്ടില്ല, ഒന്നും നിറഞ്ഞു കിടക്കുന്നവരത് കാണുന്നില്ല. അപ്പൊ അത്രയ്ക്ക് ഒരു ഉഷാറില്ലാന്ന് തോന്നി. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കൂടി ഉഷാറാവും തോന്നുന്നുണ്ട്. ഞാൻ തോന്നുന്നു നേരത്തെ വരുമ്പോൾ കുറച്ച് ആൾക്കൂട്ടൊക്കെ എല്ലാ സ്ഥലത്തും ആൾക്കാർ ഇരിക്കുന്നു. ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്, പക്ഷെ ഇരിക്കാൻ തുടങ്ങിയില്ല ആൾക്കാർ. മഴ കൊണ്ട് എന്താണെന്ന് അറിയില്ല, അതാവും വിചാരിക്കാം. പിന്നെ കടകളൊക്കെ ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒന്നും കൂടെ ലൈറ്റും ഫിറ്റിംഗ്സ് ഒക്കെ വന്ന് നല്ല ക്ലിയർ ആവുന്നതാണ് വിചാരിക്കുന്നത്. വികസനത്തിന്റെ ഭാഗമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് കുറച്ചുകൂടിയും പഴമ നഷ്ടപ്പെട്ടാലും കുറച്ചുകൂടിയും ആൾക്കാർക്ക് കുറച്ചുകൂടി എൻജോയ്മെന്റ് ആയിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി മറ്റേ ഇപ്പം പഴയ പോലെയല്ല ഞങ്ങൾ വന്നിരുന്ന, പഴയ കോഴിക്കോട് വന്നിരുന്ന പോലെ അല്ല ഇപ്പോൾ കോഴിക്കോട് ആകെ മാറിയിട്ടുണ്ട്. കോഴിക്കോട് ഇപ്പൊ തന്നെ ഞാൻ ഒപ്പമുള്ള കൂട്ടുകാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ കടകളും സ്റ്റാളുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫുള്ളി ഇതിലായിരുന്നു, ബീച്ച് സൈഡിലുണ്ടായിരുന്നത്. അത് മൊത്തം ഇപ്പൊ അതിന്റെ കൗണ്ടർ ബേസിലായിട്ട് നല്ല ചുറുക്കില് കളർഫുള്ളായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ടോട്ടലി ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്താ പറയാം ഇതിനെ പറ്റി? മാറ്റങ്ങൾ വളരെ നല്ല കാര്യമാണ്. പഴയ ആ ഒരു കോഴിക്കോടിന്റെ വൈബ് കിട്ടുമോ എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമേ ഡൗട്ടുള്ളൂ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?